വാർത്തയിലേക്ക് വിശദമായി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയയായ അധ്യാപിക ഡോക്ടർ സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യം. എന്നാൽ ഡോക്ടർ റാമിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കണ്ണൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. KV ബൈജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ബൈജുവിലേക്ക് വരാം. അതിനു മുൻപ് അഭിഭാഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ജാതിക്കെതിരായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളുടെ ഒരു വികാരമായിരുന്നു. അതിന് കാരണക്കാരായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി കേസ് നടത്തുക എന്നുള്ളത്. ഏതായാലും നമ്മളെ കേസിൽ റാം എന്ന ഒന്നാം പ്രതിയെ കോടതി മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുകയാണ്. അതാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്. രണ്ടാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട്. അതേതായാലും വിധി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. എന്താണ്? അല്ല, അത് വിധി പരിശോധിക്കട്ടെ, വിധി കിട്ടട്ടെ. ഏതായാലും നിങ്ങളുടെയൊക്കെ ആകാംക്ഷ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒന്നാം പ്രതിക്ക് ജാമ്യം അനുവദിക്കുമോ എന്നുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാവരുടെയും, പൊതുജനങ്ങളുടെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായം അങ്ങനെയായിരുന്നു. നമ്മളെ പോലീസിനെതിരായും അതുപോലെ തന്നെ ഭരണത്തിനെതിരായിട്ടൊക്കെ ചില വിമർശനങ്ങൾ പോലും വന്നിരുന്നു. ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ. ഏതായാലും കോടതിയിൽ അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ജാതിയുടെ പേരിൽ പോലും കോടതിയിൽ തെറ്റായ പ്രസ്താവന നൽകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണ ടീം അതാത് സമയങ്ങളിൽ അത് തീർച്ചയായും പിന്നോക്കാരനാണ്, OBC ആണ്, SC അല്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണെന്നാണ്. ആ വാദമാണ് പ്രോസിക്യൂഷൻ രേഖകൾ ഹാജരായിക്കൊണ്ട് അദ്ദേഹം ST ഗ്രൂപ്പിൽ വരുന്നതല്ല, അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടേണ്ടതില്ല എന്നുള്ള വാദം ഉയർത്തിയത്. അത് കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ജാമ്യം കൊടുക്കാതിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാൻ കഴിയില്ല. ജാതി അധിക്ഷേപം ഉണ്ട് എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികം. അവരുടെ വാദം, അതെ, യെസ്, അവരുടെ വാദം ഞങ്ങൾ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന അവരുടെ വാദം കോടതി അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായി വിധി പറഞ്ഞത്.